ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺലി പൈൽസ് എന്ന് വിളിക്കുന്ന ഹെമറോയിഡ്സിനെ കുറിച്ചാണ്. സാധാരണയായി പൈൽസ് എന്ന് വിളിക്കുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം മലദ്വാരത്തിലുള്ള വീർത്ത സിരകളാണ്, അതായത് സ്വെല്ലൻ വെയിൻസ്. ഹെമറോയിഡ്സ് വേരിക്കോസ് വെയിനിന് സമാനമാണ്. ഇത് ചികിത്സിക്കാൻ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വഴി പലർക്കും പൈൽസിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നുണ്ട്. രണ്ട് രീതിയിലുള്ള പൈൽസ് ഉണ്ട്, അതായത് രണ്ട് രീതിയിലുള്ള ഹെമറോയിഡ്സ് ഉണ്ട്. ഇന്റേണൽ ഹെമറോയിഡ്സ് മലദ്വാരത്തിനകത്തുള്ളതും എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് മലദ്വാരത്തിന് പുറത്തുള്ളതുമാണ്. രോഗലക്ഷണങ്ങൾ യൂഷ്വലി ഇന്റേണൽ അല്ലെങ്കിൽ അകത്തുള്ളതോ എക്സ്റ്റേണൽ പുറത്തുള്ളതോ എന്നതിനനുസരിച്ചിട്ടാണ് രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് കാണപ്പെടുന്നത്. ബാത്റൂമിൽ പോകുമ്പോൾ ടോയ്ലറ്റിലോ ടോയ്ലറ്റ് ടിഷ്യൂവിലോ രക്തം കാണുക, വേദന, ചൊറിച്ചിൽ, ബ്ലീഡിംഗ്, ഡിസ്കംഫർട്ട്, എന്തോ തള്ളി വരുന്നതായി തോന്നുന്നു എന്നിങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈൽസ് എന്നത് വീക്കം വെച്ച സിരകളാണ്. ഇതിൽ രക്തക്കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം നല്ല വേദന ഉണ്ടാകാനും നടക്കാൻ ബുദ്ധിമുട്ടും ഇരിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹാർഡായിട്ടുള്ള ഒരു മാസ് പോലത്തെ എന്തോ അനുഭവപ്പെട്ടേക്കാം. ഈ മേൽപ്പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ കാണുക. പൈൽസ് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ടോയ്ലറ്റിൽ പോകുന്നവർക്ക്, ഒരുപാട് ഇരിക്കുന്നവർക്ക്, വിട്ടുമാറാത്ത വയർ സംബന്ധമായ അസുഖമുള്ളവർക്ക്, അതായത് വയറിളക്കം, മലബന്ധം എന്നിങ്ങനെ. കൂടാതെ പൊണ്ണത്തടിയുള്ളവർക്ക് വളരെ കോമൺലി കാണുന്നതാണ് പ്രഗ്നൻസി അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന പൈൽസ്. നാരുകൾ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നവർക്കും കൂടുതലായും ഇത് കാണുന്നു. ഭാരമുള്ള വസ്തുക്കൾ പതിവായി ഉയർത്തുന്നവരിലും കാണുന്നു. പ്രായമാകുമ്പോൾ ഹെമറോയിഡ്സ് ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ പൈൽസ് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. കാരണം പൈൽസിന് കാരണമാകുന്ന ഞരമ്പുകളെ സപ്പോർട്ട് ചെയ്യാനുള്ള ടിഷ്യൂ അല്ലെങ്കിൽ മസിൽസ് ദുർബലമാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കോംപ്ലിക്കേഷൻസ് എന്തെല്ലാം? ബ്ലീഡിംഗ് കാരണം അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് സംഭവിക്കാം, അസഹനീയമായ വേദന, ക്ലോട്ടുകൾ ഉണ്ടാകാം, ഇൻഫെക്ഷൻസ് എന്നിങ്ങനെയാണ് കോംപ്ലിക്കേഷൻസ്. എങ്ങനെ തടയാം? ഫൈബർ കണ്ടന്റ് കൂടിയ ഭക്ഷണം കഴിക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, ധാന്യങ്ങൾ എന്നിവ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. 6 മുതൽ 8 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക. ടോയ്ലറ്റിൽ പോകുമ്പോൾ സ്ട്രെയിനിങ് ഒഴിവാക്കുക. എക്സസൈസ് ചെയ്യുക. ഒരുപാട് നേരം ഇരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പിന്മാറുക. സ്റ്റൂൾ സോഫ്റ്റ്നസ് അല്ലെങ്കിൽ മലം സോഫ്റ്റ് ആക്കാനുള്ള ലാക്സേറ്റീവ്സ് ഉപയോഗിക്കാം. ഇതിൽ നിന്നൊന്നും ബുദ്ധിമുട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ട് ബാക്കി പ്രൊഡക്റ്റ് ചെയ്യുക. Thanks for watching. If you are liking my videos, please do like, share and subscribe. Thank you.